ഇന്ന് നമുക്ക് ഇതേപോലത്തെ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇത് ഞാനൊരു 1 ഇയർ ആയിട്ടുള്ള ബേബിക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഇതേപോലെ ലൂപ്പാണ് ചെയ്യുന്നത്. ഈ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ ഫുള്ള് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഈ ഒറ്റൊരു വീഡിയോയിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ഒരു വർക്ക് വരുന്ന ക്ലോത്ത് 1/2 മീറ്ററാണ് വേണ്ടത്. ഞാൻ വേറൊരു ഡ്രസ്സ് ചെയ്തതിൻ്റെ ബാലൻസ് പീസാണിത്. അതാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഇതിൻ്റെ സ്കേർട്ട് പോർഷൻ എനിക്ക് എടുത്തിട്ടുള്ളത് ഷിഫോണാണ്. അത് 1.5 മീറ്റർ എടുത്തിട്ടുണ്ട്. ലൈനിങ് ക്രേപ്പാണ്. അതും 1.5 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. സ്കേർട്ട് നമ്മൾ അംബ്രല്ല കട്ടാണ് ചെയ്യുന്നത്. നമ്മൾ 8 മടക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ 2 ഫോൾഡ് ചെയ്തു. ഇനി നമ്മൾ ഒരു ഫോൾഡും കൂടെ ചെയ്തു. അപ്പോൾ 4 ഫോൾഡിങ് വരുന്നത്. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് കോണാക്കിയിട്ട് ഒരു ഫോൾഡും കൂടെ ചെയ്യാം. അപ്പോൾ മൊത്തം 8 അപ്പോൾ നമ്മൾ വേസ്റ്റ് റൗണ്ടിൽ 8 ഡിവൈഡ് ചെയ്യണം. നേരത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് മടക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ മടക്കുമ്പോൾ 8 മടക്കിട്ടോ. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് മടക്കുന്നതാണ്. എനിക്കിതിൻ്റെ വേസ്റ്റ് റൗണ്ട് വരേണ്ടത് 22 ഇഞ്ചാണ്. അപ്പം നമ്മൾ വേസ്റ്റ് റൗണ്ടിനെ 8 ഡിവൈഡ് ചെയ്യുമ്പോൾ 2.75 ഇഞ്ച് കിട്ടും. പക്ഷേ നമുക്ക് അവിടെ കുറച്ചും കൂടി പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വലിയ റൗണ്ട് വേസ്റ്റിൻ്റെ ഭാഗത്ത് കിട്ടണം. അതുകൊണ്ട് ഞാൻ ഇതേപോലെ 4.5 ഇഞ്ച് ലെങ്ത്തിൽ ഇതേപോലെ ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ വേസ്റ്റ് റൗണ്ടായിട്ട് ഇതേപോലെ 4.5 ഇഞ്ച് ലെങ്ത്തിൽ ഇതേപോലെ അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ജോയിൻ ചെയ്തിട്ട് ലൈനാക്കി വരച്ചു കൊടുക്കുക. എനിക്കിതിൻ്റെ മൊത്തം ലെങ്ത്ത് വരേണ്ടത് 16 ഇഞ്ചാണ് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വരേണ്ടത്. അപ്പോൾ ഞാനൊരു 17 ഇഞ്ചിൽ ഇതൊന്ന് ഇതേപോലെ അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. നമ്മൾ ഈ ലൈന് വരച്ച മുകളിൽ ലൈന വരച്ച ആ ഭാഗത്ത് പിടിച്ചിട്ട് താഴെ ഇങ്ങനെ ഇതേപോലെ 17 ഇഞ്ചിൽ ഇങ്ങനെ ഡോട്ട് ആയിട്ടിട്ട് പിന്നെ അതൊന്നിങ്ങനെ ജോയിൻ ചെയ്ത് വരച്ച് കൊടുത്താൽ മതി. ഇതിൽ ഞാൻ വേസ്റ്റിൻ്റെ അവിടെ എടുത്തത് എനിക്ക് അവിടെ കുറച്ചും കൂടെ പ്ലീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വേസ്റ്റിൻ്റെ അവിടെ ഞാൻ അത്രയും ഒരു ഇതിലെടുത്തത്. നിങ്ങൾക്ക് ഇനിയും പ്ലീറ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലെങ്ത്ത് ഒരു 5-6 ഇഞ്ചൊക്കെ ലെങ്ത്തിൽ ഇതേപോലെ ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗം കുറച്ചും കൂടെ റൗണ്ടായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പ്ലീറ്റ് ഇടാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിതിൻ്റെ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ക്ലിയർ ആക്കി തരാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എൻ്റെ ബയോയിലുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ലൈനിങ് കട്ട് ചെയ്യാം. ഇതിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു കട്ട് പീസാണ് ഇതിൻ്റെ ലൈനിങ് വരുന്നത്. നിങ്ങൾക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ അംബർല കട്ടായിട്ട് ചെയ്യാം. അത് 8 ഫോൾഡ് ചെയ്യണമെന്നൊന്നുമില്ല. ഇതേപോലെ 4 ഫോൾഡ് ചെയ്തിട്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് റഫായിട്ടൊന്ന് മടക്കിയതാട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള തേർഡ് പോർഷന് നമ്മൾ അതൊന്ന് 8 നമ്മൾ മടക്കിയിട്ടുള്ളത്. അതൊന്ന് 4 ഫോൾഡ് വരുന്ന പോലെ നിർത്തിയിട്ട് ഇതേപോലെ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാനും പറ്റും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. എനിക്ക് അങ്ങനെ ചെയ്യാനുള്ള ഒരു ക്ലോത്ത് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാത്തത്. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് ഒരു 15 ലെങ്ത്തിലാണ് ഞാനിത് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ ലൈനിങ് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. എനിക്കതിൻ്റെ ക്ലോത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. സ്കേർട്ടിൻ്റെ വേസ്റ്റ് ഭാഗത്തായിട്ട് നമ്മളൊരു ബാൻഡ് പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് 22 ഇഞ്ചാണ്. പിന്നെ വീതി ഒരു 3 ഇഞ്ചിൽ വീതി കൊടുക്കുക. ഞാൻ ഇതിൽ മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് കാണുന്നില്ല. അതുകൊണ്ട് ഞാനിതിൽ അങ്ങനെ കാണിക്കുന്നില്ല. ഈ ഒരു ക്ലോത്ത് ആയതുകൊണ്ട് എനിക്ക് മാർക്ക് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇതിൽ കാണുന്നില്ല. ഇതിൽ നിറച്ച് മിറർ വർക്കാണ് വരുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഇതിൽ മാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ ഒരു അളവിൽ ഞാനിത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. സ്കേർട്ട് പോർഷൻ തീർന്നു. ഇനി നമുക്ക് ടോപ്പിൽ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാം. ഇതിൽ ഫ്രണ്ടും ബാക്കും ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യണത്. ഇതിൽ നമ്മൾ 4.5 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തുന്നുണ്ട്. ആം ഹോളും സെയിം 4.5 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തുന്നുണ്ട്. അതിലൊരു ലൈന് വരച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ നോർമലി ചെയ്യുന്ന പോലെ തന്നെ. ഇനി എനിക്കിതിൻ്റെ ചെസ്റ്റ് വരേണ്ടത് 21 ഇഞ്ചാണ്. അപ്പോൾ ഞാനിവിടെ 6 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം 7 ഇഞ്ച് വരും. മനസ്സിലായോ? ഞാൻ ഇതൊരു 1 ഇയർ ആയിട്ടുള്ള ബേബിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് എനിക്ക് വേണ്ടത് 21 ഇഞ്ചാണ്. അപ്പോൾ സീം അലവൻസും കൂടെ കൂട്ടിയിട്ട് ഞാൻ മൊത്തം 7 ഇഞ്ചാണ് ചെസ്റ്റ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ആം ഹോൾ ഒന്ന് കർവ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ടോപ്പിൻ്റെ ലെങ്ത്ത് മൊത്തം വരുന്നത് 8.5 ഇഞ്ചാണ്. ഞാൻ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 9 ഇഞ്ച്
ഇതിൻ്റെ വേസ്റ്റ് ഭാഗത്ത് നമ്മൾ 8 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടുന്ന് ഇങ്ങോട്ട് ഒരു 5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ഒരു 1 ഇഞ്ച് സീം അലവൻസും കൂടെ അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊരു ലൈനായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണോ ഈ ഒരു മെഷർമെൻറ്റ് എടുക്കൽ അതിനനുസരിച്ച് ചെയ്താൽ മതി. ഇതെങ്ങനെയാണോ കട്ട് ചെയ്യൽ ടോപ്പൊക്കെ അതേപോലെ ചെയ്താൽ മതി. ഞാൻ കട്ട് ചെയ്യണ ഒരു മെത്തേഡിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ വേസ്റ്റ് മൊത്തം 6 ഇഞ്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് 9 ഇഞ്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് ജോയിൻ ചെയ്തിട്ട് കൊടുക്കുക, ക്ലോസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അളവൊക്കെ തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി തന്നെ നമുക്ക് നെക്ക് അടയാളപ്പെടുത്താം. ഞാൻ പറയാം, ഈ ഒരു ഡ്രസ്സിന് സ്ട്രാപ്പാണ് കേട്ടോ വരുന്നത്. ഒരു 2.5 ഇഞ്ചിൽ ഞാൻ നെക്ക് അടയാളപ്പെടുത്തുന്നുണ്ട്. നെക്ക് വിഡ്ത്ത് ലെങ്ത്ത് മൊത്തം നമുക്ക് നോർമലി നമ്മൾ 3 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തുക. പക്ഷെ ഞാനിവിടെ 2 ഇഞ്ചിൽ അടയാളപ്പെടുത്തുന്നുള്ളൂ. കാരണം ഇതിന് സ്ട്രാപ്പ് ആയതുകൊണ്ടാണ്. നമ്മൾ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 3 വരും എന്തായാലും. മൊത്തം നമ്മൾ അടിച്ച് കഴിയുമ്പോൾ 3 ലെങ്ത്ത് വരും. ആദ്യം നമുക്ക് നമ്മളിപ്പോൾ എടുത്ത അളവ് മൊത്തം ഒന്ന് ബോക്സ് ആക്കിയിട്ട് വരക്കുക. സാധാരണ നമ്മൾ നോർമലി നെക്ക് ചെയ്യുന്ന പോലെ വിഡ്ത്തും ലെങ്ത്തും നമ്മൾ 2.5 ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് പുറത്തോട്ട് ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇതിൻ്റെ സ്ലീവ് സ്ട്രാപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മളിവിടെ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ആം ഹോളിൻ്റെ അവിടേക്ക് ജോയിൻ ചെയ്തിട്ട് എടുക്കാം. ഒരു കർവായിട്ട് തന്നെ വരച്ച് കൊടുക്കാം. ഈ ഒരു സ്ട്രാപ്പിൻ്റെ ഇത് വരുന്നതും പല മെത്തേഡിലും ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ ചെയ്യുക. ഈ ഒരു ഭാഗമൊന്നും നമുക്ക് വേണ്ട, അതൊക്കെ കട്ട് ചെയ്തിട്ട് പോവും. ഇത്ര പോർഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു പേപ്പറിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ക്ലോത്തിൽ കട്ട് ചെയ്താൽ മതി. ഇത് ഞാൻ വെറുതെ സീം അലവൻസ് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് മാർക്ക് ചെയ്തതാണ്, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ടിൻ്റെ ഭാഗം നമ്മൾ ലൈനിങ്ങിൽ സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് പോർഷനിൽ നിങ്ങൾ കണ്ടോ ഇതേപോലെ ലൂപ്പാണ് വരുന്നത്. ഇത്ര ഭാഗം മാത്രം നമുക്ക് മതി. നമ്മൾ സാധാ ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്ത പോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്യണ്ട. ബാക്കിനൊക്കെ നമുക്ക് കട്ട് ചെയ്യാം. അതിന് ഞാൻ ക്ലോത്ത് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് 5 ഇഞ്ച് വിഡ്ത്തും 5 ഇഞ്ച് ലെങ്ത്തിലും അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതൊന്ന് ബോക്സ് ആക്കിയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ വിഡ്ത്ത് 5 ഇഞ്ച് കൊടുത്തത് ഇതിൻ്റെ ബാക്ക് പോർഷൻ്റെ ലൂപ്പ് ഇത്ര ഗ്യാപ്പിൽ വരും കേട്ടോ. നിങ്ങൾക്ക് ഇത്ര ഗ്യാപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ 5 ഉള്ളത് കുറച്ചും കൂടെ കൂടുതൽ എടുത്താൽ മതി. വിഡ്ത്ത് ലെങ്ത്ത് ഈ സെയിം തന്നെ എടുത്താൽ മതി. ഞാൻ അതൊന്ന് ക്ലോസ് ചെയ്തിട്ട് വരക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതിൻ്റെ ഫോൾഡിങ് വരുന്ന ഭാഗം ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്രണ്ട് പോർഷനിക്ക് വരുന്നത്. ഇത് നമ്മളുടെ ബാക്ക് പോർഷനിൽ 2 ഭാഗത്തുമായിട്ട് വരും. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ആ ഗ്യാപ്പ് വരുന്നിടത്ത് ലൂപ്പാണ് കേട്ടോ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും ഈ ഒരു ഇത് വരുന്നുണ്ടാവുക. ഇനി നമുക്കിത് വർക്ക് മെറ്റീരിയലിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതിൽ ഞാനെടുത്ത ഈ വർക്ക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഒരു വെഡ്ഡിങ് ഗൗണ് അനാർക്കലി ആക്കി തയ്ച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ വരുന്ന ഭാഗമാണ് കേട്ടോ ഇത്. ഒരു പാനൽ കട്ട് വരുന്ന ഒരു ഗൗണായിരുന്നു. അതാണ് ഇതിൻ്റെ വർക്ക് പീസ് ഇത്ര നീളത്തിലിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ലൈനിങ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ഇതേപോലെയാണ് ചെയ്യാറ്, കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്യണില്ല. ബാക്ക് പോർഷനിക്കുള്ള 2 പീസും സെയിം ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്ട്രാപ്പ് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 8 ഇഞ്ച് ലെങ്ത്തിലാണ് എടുക്കുന്നത്. വീതി ഒരു 2 ഇഞ്ചിൽ എടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഫ്രണ്ടിൽ 3 ഇഞ്ച് ലെങ്ത്ത് മതി. പിന്നെ ബാക്കിലേക്ക് കുറച്ച് ലെങ്ത്ത് വേണമല്ലോ, അതുകൊണ്ടാണ് 8 ഇഞ്ച് എടുക്കുന്നത്. അതേപോലത്തെ 2 പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇത് 2 ഇഞ്ച് വീതിയാണ്, 8 ഇഞ്ച് ലെങ്ത്തുമാണ് കേട്ടോ വരുന്നത്. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ആ സ്റ്റിച്ച് വരുന്ന ഭാഗത്തൊക്കെ ഞാൻ അതിൻ്റെ മിറർ ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട്. ഫസ്റ്റ് സ്കേർട്ട് സ്റ്റിച്ചാക്കാം. ഇതിൻ്റെ വേസ്റ്റ് ഭാഗം നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഇതിൻ്റെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 31 ആണ്.
നമുക്ക് ഇത്ര ഒന്നും വേണ്ട. ഞാനിതിവിടെ കുറച്ച് പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഇതിലെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ ബാൻഡ് വരുന്നത് 22 ഇഞ്ചാണ് കേട്ടോ. അത് ഹാഫായിട്ട് മടക്കുമ്പോൾ അതിൻ്റെ ഹാഫായിട്ട് മടക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്കിങ്ങനെ പ്ലീറ്റ് ഇട്ടിട്ട് ഈ ഒരു സെയിം ഇതിലിങ്ങനെ ആക്കി കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ലൈനിങ്ങും സെയിം അതേപോലെ തന്നെ ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. 22 ഇഞ്ച് റൗണ്ടിലാണ് കേട്ടോ അങ്ങനെ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഞാൻ മെയിൻ ക്ലോത്ത് ചെയ്യുന്നുണ്ട്. കുറച്ച് പ്ലീറ്റായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് മൊത്തം റൗണ്ട് കഴിഞ്ഞിട്ട് ഞാനൊന്ന് അളവെടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് 22 കിട്ടും. നിങ്ങൾ 22 കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യാം. ഇതിൻ്റെ ലൈനിങ്ങും രണ്ടും ഞാൻ സെയിം 22 റൗണ്ടിൽ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ലൈനിങ് നമുക്ക് ഉള്ളിൽ വെച്ചിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കണം. നല്ല ഭാഗം പുറത്ത് വരുന്ന രീതിയിൽ നമ്മൾ മെയിൻ ക്ലോത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ലൈനിങ്ങും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഇത് രണ്ടും കൂടെ ഇതേപോലെ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് റൗണ്ട് ചെയ്തിട്ട് എടുക്കാം. നമ്മളിത് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാൻഡ് വെക്കാം. ഇതിപ്പോൾ നമുക്ക് ഈ ബാൻഡ് ഹാഫായിട്ട് മടക്കിയിട്ടൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാൻഡ് ഈ സ്കേർട്ടിലൊന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കണം. ഇതിൽ ഞാൻ ഉള്ളിൽ അലാസ്റ്റിക്കും വെക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഇതിൽ പറയാം. ഈ സ്കേർട്ടിൻ്റെ ചീത്ത വശത്തോട്ട് ബാൻഡിൻ്റെ നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അതിൻ്റെ മുന്നേ നമുക്ക് ഈ ബാൻഡ് ഒന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ ഇതൊന്ന് ജോയിൻ ചെയ്തിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കാം. അപ്പം നമുക്കിത് റൗണ്ടായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ റൗണ്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്കേർട്ടിലൊന്ന് ജോയിൻ ചെയ്തിട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചീത്ത വശത്ത് ബാൻഡിൻ്റെ നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ ചെയ്യണം കേട്ടോ. ഇനി നമുക്കിത് മൊത്തം റൗണ്ടായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. ഇതിൻ്റെ പ്ലീറ്റ് ഒന്നും ഉള്ളിൽ മുകളിലോട്ട് വരാതൊക്കെ നോക്കണം. കറക്റ്റായിട്ട് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അത് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇതിപ്പോൾ നല്ല വശത്തോട്ടാണ് സ്കേർട്ട് മറിച്ചിട്ടിരിക്കുന്നത്. ഇനി ഇതേപോലെ ഇങ്ങനെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇത് കണ്ടോ, ഇതേപോലെ ഇതിൻ്റെ അറ്റത്ത് കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അത് മൊത്തമായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട. നമുക്ക് ഈ എലാസ്റ്റിക് കയറാൻ പാകത്തിൽ ചെറിയൊരു ഗ്യാപ്പ് വിടണം നമുക്ക് ഉള്ളിലോട്ട് ഇടാൻ വേണ്ടിയിട്ട്. 1 ഇഞ്ച് വീതി വരുന്ന എലാസ്റ്റിക് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു 15 ഇഞ്ച് നീളത്തിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൽ ഇത്ര ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് എലാസ്റ്റിക് ഇടാനാണ്. അത്ര സ്റ്റിച്ച് ചെയ്തിട്ട് നിർത്തിക്കുകയാണ്. ഇനി നമുക്കൊരു പിന്നെ എലാസ്റ്റിക്കും കുത്തി കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ആക്കിയിട്ട് നമുക്ക് അപ്പുറത്ത് കൂടെ എടുക്കാം. ഇനി ഇത് രണ്ടും ഇതേപോലെ വെച്ചിട്ട് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇത് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2-3 സ്റ്റിച്ച് കൊടുത്തോളൂ. ഞാനിത് സിഗ്സാഗ് സ്റ്റിച്ച് നല്ല കട്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് പോരൊന്നുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ എലാസ്റ്റിക് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് വലിച്ചിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗം നമുക്ക് ക്ലോസ് ചെയ്തിട്ട് കൊടുക്കണം. നമുക്കിങ്ങനെ എലാസ്റ്റിക് വലിച്ച് പിടിച്ചിട്ട് ഇതിൽ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്കേർട്ട് ഇവിടെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. എലാസ്റ്റിക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ റോൾ ഹെമ്മിങ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫൂട്ടാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ബട്ടൺ ഹൗസിലൊക്കെ ചോദിച്ചാൽ കിട്ടും. റോൾ ഹെമ്മിങ് ഫൂട്ട് എന്ന് പറഞ്ഞാൽ മതി. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കിയാൽ മതി. എൻ്റെ സെലക്ടർ ഞാൻ C കൊടുത്ത് ലെങ്ത്ത് 2 കൊടുത്തു. വിഡ്ത്ത് 5 തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു രീതിയിലാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ലൈനിങ്ങും റോൾ ഹെമ്മിങ് തന്നെയാണ് ചെയ്യുന്നത്. മെയിൻ ക്ലോത്തും റോൾ ഹെമ്മിങ് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ കുട്ടികളുടെ സ്കേർട്ടൊക്കെ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ ഇതിൻ്റെ താഴെ ഇതേപോലെ ഹെമ്മിങ് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
ഇങ്ങനെയാണ് സ്കേർട്ട് വരുന്നത്. ഇതിൻ്റെ സ്കേർട്ടിൻ്റെ പോർഷൻ ഇപ്പോൾ മൊത്തം സ്റ്റിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുക. അതിൽ ഫസ്റ്റ് നമുക്ക് ആ സ്ട്രാപ്പാണ് സ്റ്റിച്ച് ചെയ്യണത്. ഇതേപോലെ നമ്മൾ മുന്നേ കട്ട് ചെയ്തത് ഇതേപോലെ ഈ ഒരു സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കുക. നമ്മൾ നോർമലി ഇതേപോലെ ലൂപ്പൊക്കെ മറിച്ചെടുക്കുന്ന പോലെ അതേപോലെ ചെയ്യുക. ഇതേപോലെ ഞാൻ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തോട്ട് ഇതേപോലെ ലൈനിങ് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തില്ലേ, അത് നിങ്ങൾക്ക് ഏത് ഭാഗമാണോ ഫ്രണ്ടിൽ കാണേണ്ടത് ആ ഭാഗം അതേപോലെ ഈ മെയിൻ ക്ലോത്തിനെ അടുപ്പിച്ച് വെച്ചിട്ട് ആ ഭാഗമാണ് മെയിൻ ക്ലോത്തിൻ്റെ ആ ഭാഗത്തേക്ക് വരേണ്ടത്. അങ്ങനെ ആക്കി വെച്ചിട്ട് ഇതിൽ ഈ കാണുന്ന പോലെ ഞാൻ വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ താഴെയും മുകളിലായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. ഈ രണ്ട് ഭാഗത്തോണ്ടാണ് ഞാനത് വെച്ചിട്ടുള്ളത്. ഈ സ്ട്രാപ്പ് നിങ്ങൾക്ക് എവിടെയാണോ ഈ സ്ട്രാപ്പ് വരേണ്ടത് അവിടെ വെക്കാം. ഇനി നമുക്കിതിൻ്റെ ഈ താഴത്ത് കൂടെ ഒരു സ്റ്റിച്ച് വരണം. അതിൽ ഈ സ്ട്രാപ്പ് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങാൻ പാടില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. എന്നിട്ട് ഇതിൻ്റെ മുകളിലും സ്റ്റിച്ച് ചെയ്യണം. ഈ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്യേണ്ട, ഈ താഴെയും മുകളിലും മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. ഓക്കെ. അതിന് വേണ്ടി ഞാൻ ക്ലോത്ത് നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഇത് വരുന്നത്, അത് മറക്കണ്ട. എന്നിട്ട് ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുന്നുണ്ട്. ഇതിൻ്റെ ആം ഹോളിൻ്റെ ഭാഗം ഒന്ന് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ല വൃത്തിയിൽ റൗണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്ത സൈഡിലുള്ള ഭാഗമല്ലേ, അത് അതിൽ കൂടെ നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ അതേപോലെ ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഫ്രണ്ട് പോർഷൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിൽ വേറെ ഒന്നും ചെയ്യണില്ല. ഇതേപോലെ തന്നെയാണ്. ഈ മെറ്റീരിയലിന് അത്യാവശ്യം വർക്ക് ഉണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും വെക്കുന്നില്ല. ഇതേപോലെയാണ് ചെയ്യണത്. ഞാൻ സ്കേർട്ടിന് ഉപയോഗിച്ച ആ ക്ലോത്ത് കൊണ്ട് ഞാൻ ഇതേപോലെ ചെറിയൊരു ലൂപ്പ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഒരു 1.5 ഇഞ്ച് വിഡ്ത്തിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ മടക്കിയിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ ചെറിയ സ്റ്റിച്ച് കൊടുത്തിട്ട് തിരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ബാക്കിൽ വെക്കുന്ന ലൂപ്പ് വെക്കുന്ന ഒരു സാധനമില്ലേ, അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഞാനൊരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് ലെങ്ത്തിൽ ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. 8 പീസ് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഇനി ഈ ഒരു ഭാഗം സെറ്റാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം. വർക്ക് വരുന്ന ക്ലോത്ത് നല്ല വശം ഇതേപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു സ്ട്രാപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ബാക്ക് പോർഷന് വെക്കാം. എന്നിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഈ ഒരു സ്ട്രാപ്പ് വെക്കുന്ന ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. ആ 1.5 ഇഞ്ചിലാണ് ഈ സ്ട്രാപ്പ് വെക്കേണ്ടത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. ഇതിൽ ഒരു ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ, മറ്റേ ഭാഗം സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ആ ഒരു 1.5 ഇഞ്ചിലാണ് ഈ സ്ട്രാപ്പ് വരേണ്ടത്. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. ഞാനങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ സ്റ്റിച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഇതിൻ്റെ താഴെയും ഒന്ന് ജോയിൻ ചെയ്തിട്ടെടുക്കാം. അങ്ങനെ ഞാൻ രണ്ടും സെയിം മെത്തേഡിൽ തന്നെ രണ്ടും ചെയ്യുന്നുണ്ട്. ബാക്കി വരുന്ന ക്ലോത്ത് ഇതേപോലെ വെട്ടിക്കളയുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ട് ചെയ്ത പോലെ ഇതേപോലെ ഇതൊന്ന് വലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തിരിച്ച് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്കിവിടെ ലൂപ്പ് ഹോളും ആ ലൂപ്പൊക്കെ സെറ്റ് ചെയ്യാനുള്ള സംഭവം ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ തിരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ കട്ട് ചെയ്തതില്ല, അത് 8 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഭാഗത്തേക്ക് 4 ഒരു ഭാഗത്ത് 4 അങ്ങനെ 8 ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ലൂപ്പ് ഹോൾ വെക്കേണ്ടത്. അതിൽ ഏറ്റവും മുകളിലും ഏറ്റവും താഴെയായിട്ട് നമുക്കിങ്ങനെ 2 എണ്ണമായിട്ട് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ 1-2 ഇതേപോലത്തെ ഗ്യാപ്പിൽ ചെയ്യുക. നിങ്ങൾക്ക് ഇനി ഇത് അളവ് എടുത്തിട്ട് ചെയ്യണമെന്നുണ്ടാകാം, അതേപോലെയൊക്കെ ചെയ്യാം. ഞാൻ ഇതേപോലെ ജസ്റ്റ് ഇതിലിങ്ങനെ മാർക്ക് ചെയ്തിട്ട് ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത 2 ഇഞ്ചിൽ കട്ട് ചെയ്തത് ഇതേപോലെ ഉള്ളിലോട്ട് മടക്കിയിട്ട് ഉള്ളിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ മൊത്തം സ്റ്റിച്ച് ചെയ്യുക. നമ്മളെല്ലേതും 4 ഭാഗത്തും ഇതേപോലെ ഉള്ളിലോട്ട് വെച്ചിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അതിൻ്റെ മുന്നേ നമുക്ക് മടക്കിയിട്ട് ഫസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ആ എല്ലാ ലൂപ്പ് ഹോൾ വെക്കേണ്ട സാധനം ഒന്ന് മടക്കിയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ടുണ്ടാവുക. അതാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അത് ഉള്ളിൽ നീരിനുണ്ടോ എന്നുള്ളൊരു ഇതൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലത്ത് ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ആ മൊത്തം അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നേരെ സ്റ്റിച്ച് ചെയ്യാണ് എടുത്തിട്ടുള്ളത്. ഈ സെയിം തന്നെ 2 ഭാഗത്തും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഇത് ചെയ്തപ്പോൾ എൻ്റെ സൂചി പൊട്ടി, പിന്നെ എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഞാൻ ജോയിൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. സാധാ നോർമലി നമ്മൾ ജോയിൻ ചെയ്തിട്ട് എടുക്കില്ല, അതേപോലെയാണ് ജോയിൻ ചെയ്തത്. ഒരു ലൂപ്പും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതേപോലത്തെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ. ഈ വീഡിയോ ഇത്രേ ഉള്ളൂ.